ഹലോ അസ്സാം വലൈക്കും ഇഷ്വാസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഒരു ഈത്തപ്പഴച്ചാറുമായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉണക്കമുന്തിരി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പുളി വെള്ളത്തിലിടുമ്പോൾ ചൂടുവെള്ളത്തിൽ തന്നെ ഇടാൻ നോക്കണേ. അപ്പോൾ അതാ നമുക്ക് ശർക്കര പാനിയാക്കാൻ വെക്കാം. അതുപോലെ ചട്ടി വെച്ചിട്ട് നമുക്ക് കടുകൊക്കെ പൊട്ടിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുത്തു. ചതച്ചെടുത്തതാണ് കേട്ടോ, പേസ്റ്റ് നല്ല പേസ്റ്റ് ആക്കിയിട്ടില്ല, ചതച്ചെടുത്തത്. അതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ നമ്മളെ ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മളവിടെ മാറ്റി വെച്ച പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം കേട്ടോ. പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അത് നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ശർക്കര പാനിയാക്കിയത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കര പാനിയാക്കിയത് ഒഴിക്കണത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നന്നായി ഒന്ന് യോജിച്ച് വരുമ്പോൾ അതുപോലെ തള വരും. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പലരും പല രീതിക്കാണ് ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ രീതിക്കാണ് കേട്ടോ ഞാൻ കാണിച്ചത് തന്നെ. അപ്പോൾ എല്ലാവരും ഈ റമദാനിക്ക് എല്ലാവരും അടുത്ത് ഈത്തപ്പഴമൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെരുന്നാളിന് നല്ല ബിരിയാണിക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അച്ചാറാണ്. അപ്പോൾ അതാ ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ പാകമാകുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറി വരുന്ന വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ചൂടാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കുപ്പിയിൽ ആക്കിയിട്ട് എടുത്ത് വെച്ച് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഈത്തപ്പഴ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.